പെരിന്തൽമണ്ണ നഗരസഭയിൽ UDF തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കി. നജീബ് കാന്തപുരം MLA പ്രകാശനം ചെയ്തു. ഒരു തവണ ഭരണം തരൂ എങ്കിൽ 5 വർഷം കൊണ്ട് മാറ്റം കാണിച്ചു തരാമെന്ന് നജീബ് കാന്തപുരം MLA പറഞ്ഞു. യുവാക്കൾക്കായി യുവ പദ്ധതി നടപ്പാക്കുമെന്നും ബ്രാൻഡഡ് നഗരസഭയാക്കി മാറ്റുമെന്നും MLA പറഞ്ഞു. പെരിന്തൽമണ്ണ നഗരസഭയിൽ തെരഞ്ഞെടുപ്പിനുള്ള UDF പ്രകടന പത്രിക നജീബ് കാന്തപുരം MLAയും നേതാക്കളും ചേർന്ന് പ്രകാശനം ചെയ്തു. ആധുനിക വികസിത നഗരം, ജനസൗഹൃദ നഗരസഭാ ഓഫീസ്, എല്ലാവർക്കും വീട് ലഭ്യമാക്കുന്നതിന് സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി, IT പാർക്ക്, കേന്ദ്ര സർവകലാശാലകളിലേക്ക് ഉൾപ്പെടെ വിദ്യാർത്ഥികൾക്ക് പ്രവേശനവും സ്കോളർഷിപ്പും ഉറപ്പാക്കുന്നതിന് ക്ലാസ്മേറ്റ് പദ്ധതി, ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ മേൽനടപ്പാത, നഗരവാസികളുടെ വിനോദത്തിനും ഉല്ലാസത്തിനും കുളിർമലയിൽ അമ്യൂസ്മെന്റ് പാർക്ക്, ജില്ലാ ആശുപത്രിക്ക് മുമ്പിൽ ദേശീയപാതയിൽ മേൽനടപ്പാലം തുടങ്ങിയ ഒട്ടേറെ പദ്ധതികൾ പ്രകടന പത്രികയിൽ ഉണ്ട്. യുവജനങ്ങൾക്കായി യുവ എന്ന പദ്ധതി നടപ്പാക്കുമെന്നും പെരിന്തൽമണ്ണയെ ഒരു ബ്രാൻഡഡ് നഗരമാക്കുമെന്നും നജീബ് കാന്തപുരം MLA പറഞ്ഞു. ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം യുവ എന്ന ഒരു പദ്ധതിയെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അത് യുവജനങ്ങൾക്ക്, സ്ത്രീകൾക്ക്, സംരംഭകർക്ക്, ഇപ്പൊ നമ്മുടെ കുട്ടികൾ പോലും സംരംഭകരായി തീരുന്ന ഒരു കാലമാണ്. പ്രത്യേകിച്ച് ഇപ്പൊ +2 പഠിക്കുന്ന കുട്ടികൾ പോലും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമ്മുടെ നാട്ടിൽ കാണാം. ഇവർക്ക് വേണ്ടി ഒരു ഇൻക്യുബേറ്റർ ഇവിടെയില്ല, ഒരു ആക്സിലറേറ്റർ ഇവിടെയില്ല. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ തീർച്ചയായിട്ടും പെരിന്തൽമണ്ണയ്ക്ക് ഒരു ബ്രാൻഡ് ഉണ്ടാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരു തവണ ഭരണം തരികയാണെങ്കിൽ 5 വർഷം കൊണ്ട് മാറ്റമുണ്ടാക്കി കാണിച്ചു തരാമെന്നും MLA പറഞ്ഞു. നിങ്ങൾ UDFനെ നിങ്ങൾ അധികാരം ഏൽപ്പിച്ചാൽ ഞങ്ങൾ 5 വർഷം കൊണ്ട് ഈ മാറ്റം ഉണ്ടാക്കി കാണിച്ചു തരാം. ഞങ്ങൾ 5 വർഷം കൊണ്ട് ഈ നഗരത്തെ മാലിന്യമുക്തമാക്കി കാണിച്ചു തരാം. 5 വർഷം കൊണ്ട് ഇവിടെ ആളുകൾക്ക് വളരെ മനോഹരമായി സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു നഗരമാക്കി നമുക്ക് മാറ്റിത്തരാം. ഇപ്പോ MLA ഫണ്ടിൽ നിന്ന് ഞാൻ 9.25 കോടി രൂപ ഈ നഗരത്തിലേക്ക് ചെലവഴിച്ചിട്ടുണ്ട്. 25 റോഡുകൾ നിർമ്മിച്ചിട്ടുണ്ട്, 45 ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. എന്നാൽ നഗരസഭയുടെ ആകെയുള്ള ബജറ്റിന്റെ എത്ര ശതമാനം നിങ്ങൾ റോഡിൽ മാറ്റിവെച്ചു? ആ റോഡ് ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് നവീകരിക്കപ്പെട്ടത്? വളരെ സങ്കടകരമായിട്ടുള്ള കാഴ്ചയാണ്. 30 വർഷം CPM ഭരിച്ച നഗരസഭ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ പിറകിലാണെന്ന് UDF നേതാക്കൾ പറഞ്ഞു. 25 സീറ്റുകൾ നേടി UDF നഗരസഭയിൽ അധികാരത്തിലെത്തുമെന്ന് KPCC ജനറൽ സെക്രട്ടറി V ബാബുരാജ് അഭിപ്രായപ്പെട്ടു. മുനിസിപ്പൽ UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ MM സക്കീർ ഹുസൈൻ, കൺവീനർ പച്ചേരി ഫാറൂഖ്, MB ഫസൽ മുഹമ്മദ്, അറഞ്ഞിക്കൽ ആനന്ദൻ, നാലകത്ത് ബഷീർ, പത്തത്ത് ജാഫർ, TK രാജേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു അത് തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.